നമസ്കാരം. ഇത്തവണത്തെ വീഡിയോ CP+ന്റെ മാസ് വീഡിയോ സ്റ്റോറേജിനെ കുറിച്ചാണ്. IP ക്യാമറകൾക്ക് നിലവിൽ 4 തരം വീഡിയോ സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. NVR, ഹാർഡ്വെയർ VMS, സോഫ്റ്റ്വെയർ VMS, പിന്നെ എംബഡഡ് വീഡിയോ സ്റ്റോറേജ് എന്നിവയാണ് അവ. ഇതിൽ നാലാമത്തെ ഓപ്ഷനായ എംബഡഡ് വീഡിയോ സ്റ്റോറേജിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. 16 SATA, 24 SATA, 48 SATA എന്നീ സൈസുകളിൽ ഇത് ലഭ്യമാണ്. വീഡിയോ സ്റ്റോറേജിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 2 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് IP ക്യാമറയും റെക്കോർഡറുകളും സ്റ്റോറേജിലേക്ക് ആഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യാം. 320 IP ക്യാമറകൾ അല്ലെങ്കിൽ റെക്കോർഡ് ചാനലുകൾ ഇങ്ങനെ ആഡ് ചെയ്യാം. NVRകളെ അപേക്ഷിച്ച് ബാൻഡ് വിഡ്ത്തും സ്റ്റോറേജും കൂടുതലാണ് സ്റ്റോറേജ് സെർവറുകൾക്ക്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് NVRകളുടെയോ VMS സെർവറുകളുടെയോ സ്റ്റോറേജ് എക്സ്റ്റൻഷനായി ഇവ ഉപയോഗിക്കാം എന്നുള്ളതാണ്. എങ്ങനെയാണ് വീഡിയോ സ്റ്റോറേജ് കോൺഫിഗറേഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ഒരു STQC IP ക്യാമറ PoE സ്വിച്ച് വഴി സെർവറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. NVRനെ അപേക്ഷിച്ച് സ്റ്റോറേജ് സെർവറിനും VMSനും HDMI ഡിസ്പ്ലേ ഔട്ട്പുട്ടുകൾ ഉണ്ടാവില്ല. കോൺഫിഗറേഷനും മോണിറ്ററിങ്ങും എല്ലാം ഒരു ക്ലയൻറ്റ് PCയിലൂടെ ആയിരിക്കും. വീഡിയോ സ്റ്റോർ ചെയ്യുന്നതിനായി ഹാർഡ് ഡിസ്കുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ മോഡലിൽ 16 ഹോട്ട് സ്വാപ്പബിൾ ഹാർഡ് ഡിസ്ക് സ്ലോട്ടുകൾ ഉണ്ട്. അതിലൊന്നിലാണ് ഈ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുന്നത്. ഇനി ക്ലയൻറ്റ് PCയിലൂടെ IP ഫൈൻഡർ ആപ്പ് ഉപയോഗിച്ച് സെർവറിൻ്റെയും IP ക്യാമറയുടെയും IP അഡ്രസ്സുകൾ നമുക്ക് കാണാം. അവ ഉപയോഗിച്ച് തന്നെ അവയുടെ വെബ് ഇൻ്റർഫേസിലേക്ക് നമുക്ക് കയറാനായി സാധിക്കും. സെർവറിൻ്റെ വെബ് ഇൻ്റർഫേസിൽ ക്ലയൻറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ബ്രൗസറുമായുള്ള പ്ലഗ് ഇൻ ഇൻകോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ് ഒഴിവാക്കാനാണ് ഇത്. ഇൻസ്റ്റാൾ ചെയ്യുന്ന ഹാർഡ് ഡിസ്കുകളുടെ സ്റ്റാറ്റസ് ഇവിടെ നമുക്ക് കാണാം. ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്ത സ്ലോട്ടിൽ ഗ്രീൻ LED നമുക്ക് കാണാനായി സാധിക്കും. 2 നെറ്റ്വർക്ക് പോർട്ടുകളാണ് സെർവറിനുള്ളത്. പുതിയ NVRകളുടെ ഇൻ്റർഫേസ് പോലെ തന്നെയാണ് സെർവറിൻ്റെ വെബ് ഇൻ്റർഫേസും വരുന്നത്.
ക്യാമറ സെറ്റിംഗ്സിൽ പോയി നമുക്ക് ക്യാമറകൾ ആഡ് ചെയ്യാം. STQC ക്യാമറ ആയതുകൊണ്ടാണ് ഇവിടെ ഓൺ വിത്ത് പ്രോട്ടോക്കോളിൽ ആഡ് ചെയ്യുന്നത്. NVR-നെയും VMS-നെയും അപേക്ഷിച്ച് വീഡിയോ സ്റ്റോറേജുകൾക്ക് മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ല. പരമാവധി 16 ക്യാമറകളാണ് ഒരേ സമയം മോണിറ്റർ ചെയ്യാനായി സാധിക്കുന്നത്. സെർവറിൻ്റെ 2 നെറ്റ്വർക്ക് പോർട്ടുകൾ ഉപയോഗിച്ച് ഡിഫറൻറ്റ് IP റേഞ്ചുകളിലുള്ള ഡിവൈസുകൾ ആഡ് ചെയ്യാനായി സാധിക്കും. അവ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഡിഫറൻറ്റ് മോഡുകളിൽ കോൺഫിഗർ ചെയ്യാം. ആഡ് ചെയ്ത ചാനലുകൾ റെക്കോർഡ് ചെയ്യുവാനായി ഡിസ്കുകൾ ആദ്യം ഫോർമാറ്റ് ചെയ്യണം. ആവശ്യമെങ്കിൽ RAID കൂടി കോൺഫിഗർ ചെയ്യാം. അതുപോലെ സ്റ്റോറേജ് സെർവറിൻ്റെ ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനായി മറ്റൊരു NAS-നെ iSCSI പ്രോട്ടോകോൾ വഴി ഇതിലേക്ക് മൗണ്ട് ചെയ്യാം. കൂടാതെ FTP പ്രോട്ടോകോൾ ഉപയോഗിച്ച് മറ്റൊരു സെർവറിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായും സാധിക്കും. ഡിസ്ക് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ആവശ്യമുള്ള ക്യാമറകൾക്ക് ബാക്കപ്പ് ഡേയ്സ് കൂട്ടാനും കുറക്കാനും പറ്റുന്നതാണ്.
റെക്കോർഡ് കൺട്രോൾ ഓപ്ഷൻ ഉപയോഗിച്ച് ക്യാമറകളുടെ ഓരോ സ്ട്രീമും എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് തീരുമാനിക്കാം. ട്രാൻസ്ഫർ കൺട്രോൾ ഓപ്ഷൻ ഒരു തരത്തിൽ ANR എന്ന ഫീച്ചർ തന്നെയാണ്. ക്യാമറയും സെർവറും തമ്മിൽ നെറ്റ്വർക്ക് ഡിസ്കണക്റ്റ് ആയാൽ ആ സമയം ക്യാമറയുടെ SD കാർഡിൽ റെക്കോർഡിംഗ് നടക്കുകയും ആ വീഡിയോ ഓട്ടോമാറ്റിക്കായോ ഷെഡ്യൂൾ ചെയ്ത സമയത്തോ സെർവറിലേക്ക് പുള്ള് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ഓപ്ഷനായ വീഡിയോ റിട്രീവൽ ഉപയോഗിച്ച് പല സൈറ്റുകളിലുള്ള ക്യാമറയുടെ SD കാർഡുകളിലോ NVRകളുടെ ഹാർഡ് ഡിസ്കിലോ റെക്കോർഡായ ഡാറ്റാസിനെ നെറ്റ്വർക്ക് ട്രാഫിക് കുറഞ്ഞ സമയങ്ങളിൽ, സാധാരണയായി രാത്രി സമയങ്ങളിൽ, സ്റ്റോറേജ് സെർവറിലേക്ക് ഓട്ടോമാറ്റിക്കായി റിട്രീവ് ചെയ്യാം. ഇങ്ങനെ ഒരു സെക്കൻഡറി ബാക്കപ്പ് ഡിവൈസായും വീഡിയോ സ്റ്റോറേജ് സെർവറുകൾ ഉപയോഗിക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വീഡിയോ സ്റ്റോറേജ് സെർവറിനെ ഒരു NAS അഥവാ നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് ആയി മാറ്റുന്നതാണ്. ഇതിനായി നെറ്റ്വർക്ക് സ്റ്റോറേജ് ഓപ്ഷനിൽ പോയി മെയിൻ വീഡിയോ സ്റ്റോറേജ് സെർവറിന് ആവശ്യമുള്ള പ്രോട്ടോകോൾ എനേബിൾ ചെയ്യുക. സാധാരണയായി iSCSI പ്രോട്ടോകോൾ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനാൽ ഇവിടെ iSCSI സർവീസ് എനേബിൾ ചെയ്ത് ഒരു iSCSI അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്യുക. ശേഷം ആവശ്യമുള്ളത്രയും സ്റ്റോറേജ് ആ യൂസർക്ക് അലോക്കേറ്റ് ചെയ്യുക. അവസാനമായി മെയിൻ വീഡിയോ സ്റ്റോറേജ് സെർവറിൽ പോയി NASന്റെ IP അഡ്രസ്സും ബാക്കി ക്രെഡൻഷ്യൽസും കോൺഫിഗർ ചെയ്ത് സ്റ്റോറേജ് സെർവർ അതിലേക്ക് മൗണ്ട് ചെയ്യുക.